ഇന്നൊരു കുഞ്ഞ് സ്റ്റാൻഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തിനുള്ളതെന്നല്ലേ. നമ്മൾ ടു ഡു ലിസ്റ്റ് സ്റ്റിക്കി നോട്ട്സൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനാട്ടോ ഈ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അത് അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രീൻ കളറ് ഇത് ഞാൻ വിചാരിച്ച കളറേ അല്ല, ഇവനെ ഞാൻ മാറ്റുന്നുണ്ട് ഗൈസ്. ഇനി ആ സ്റ്റാൻഡിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ടൊരു 2 സെൻറ്റിമീറ്റർ അളവിൽ ഒരു 4 പീസസ് ആണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ 4 പീസസ് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ക്യൂട്ടാക്കാൻ ഇതിൻ്റെ സൈഡ് പോർഷൻ ഒരു ഓഫ് വൈറ്റ് കളർ എടുത്തിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓരോന്നും ഇതുപോലെ 2 എണ്ണമായിട്ട് ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവൻ്റെ ചായ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഗ്രീൻ കളർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ റെഡ് കളർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി ആ സ്റ്റാൻഡ് രണ്ടും ഇതുപോലെ തൊട്ടടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്റ്റിക്കർ ഇതുപോലെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ടു ഡു ലിസ്റ്റോ അതുപോലെ സ്റ്റിക്കേഴ്സോ എന്താണുള്ളത് അത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം വെക്കാം. ഇങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒട്ടും മറക്കരുത് കേട്ടോ.